നമസ്കാരം പ്രിയപ്പെട്ടവരെ. കേരള രാഷ്ട്രീയത്തിന്റെ വിഴുപ്പ് പാണ്ഡം പൂഞ്ഞാറിന്റെ സ്വന്തം പബ്ലിക് ക്ലോസറ്റ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഏഷ്യാനെറ്റിനകത്ത് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ട് സത്യം പറയാലോ ചിരിച്ച് തലകുത്തിപ്പോയി എന്ന് വേണം പറയാൻ. ലോക രാഷ്ട്രീയത്തിൽ ഇതുപോലത്തെ ഒരു അവസരവാദിയെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. മാറി മാറി വന്നിട്ടുള്ള എല്ലാ രാഷ്ട്രീയക്കാരുടെയും മൂടും താങ്ങി അവരുടെ ആസനവും താങ്ങി അവസാനം തലയുടെ പൊരുത്തിന് അടിയും കൊടുത്തിട്ട് അവർ പറഞ്ഞു വിട്ട ചരിത്രം മാത്രമേ ഈ വേട്ടാവളിയനുള്ളൂ. എല്ലാം കഴിഞ്ഞ് ജനപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി ജനവും ഇല്ല പക്ഷവും ഇല്ല കക്ഷവും ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോഴത്തേക്ക് പിന്നെ അപ്പനും മോനും എടുത്ത് ചാടിയത് ചാണാക്കുഴിയിലേക്കാണ്. കാരണം ലയിക്കേണ്ടത് കൃത്യമായിട്ട് ലയിച്ചു എന്നുള്ളത്, സെപ്റ്റി ടാങ്കും ചാണകവും തമ്മിൽ ലയിച്ചു എന്നുള്ളതാണ്. പിന്നെ അതിനകത്തുനിന്ന് വരുന്ന ദുർഗന്ധം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാലോ അല്ലേ. അതുപോലെയാണ് ഈ അപ്പനും മോനും കേരള സമൂഹത്തിൻ്റെ ഇടയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടിയെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ഒരു ഘട്ടത്തിൽ പോലും ഈ അപ്പൻ്റെയും മകൻ്റെയും പേര് പറയാൻ പോലും ഒരു ചാനലുകാർക്കും ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ അവസരം കൊടുത്തില്ല എന്നുള്ളതാണ്. അതിന് ഒരു വലിയ സല്യൂട്ട് കൊടുക്കാം. ഇനി ഈ അപ്പൻ്റെയും മകൻ്റെയും രാഷ്ട്രീയം എന്ന് പറയുന്നത് പൂഞ്ഞാറില്ല ഈ പബ്ലിക് ക്ലോസറ്റിനകത്ത് ഒതുങ്ങാം എന്നല്ലാതെ ഒരു കാരണവശാലും ഇവരിനി മുകളിലേക്ക് വരില്ല. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ പുരോഹിതന്മാരെയും ക്രൈസ്തവ സഭകളെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ഈ വേട്ടാവളിയൻ്റെ ഒരു പരാമർശം അല്ലേ. എന്നാൽ BJPയുടെ കോർ കമ്മിറ്റിയിൽ അപ്പനെയും മകനെയും എടുത്ത് വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിച്ചെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഏഷ്യാനെറ്റിനകത്തുള്ളത് ഈ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, ഇതൊന്ന് കാണണം. ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ്. എന്തായാലും നേരെ ആ വീഡിയോ ഒന്ന് കണ്ടുവെക്കാം എങ്ങനുണ്ട് എന്നുള്ളത്. ജോർജിനെ കുറിച്ചിട്ട് പറയുമ്പോൾ എപ്പോൾ ഓർമ്മ വരിക ജോർജിൻ്റെ നിലപാടുകളാണ്. ജോർജ് എങ്ങനെയാ വെച്ചാൽ ആദ്യം ഒരാളെ പൊക്കി പറയും, പിന്നെ തള്ളിപ്പറയും. അതാണ് ജോർജിൻ്റെ ഐഡന്റിറ്റി മാർക്ക്. അഭിപ്രായം ഇരുമ്പൊലൊക്കെ അല്ല. നമ്മളെ ജോസഫില്ലേ, PJ ജോസഫ് പാട്ടെല്ലാം പാടുന്നേ. ഒരു നറു പുഷ്പമായി എന്നേർക്ക് നീളുന്ന മിഴിമുനയാരുടേതാവാം. മൂപ്പര പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളേനും ഈ ജോർജ്. നല്ല പെർഫോമൻസ് ആണല്ലോ. അപ്പോൾ ജോസഫ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 2003 ഈ ജോർജിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് പോയിക്കൊള്ളാൻ പറഞ്ഞു. ജോസഫ് മന്ത്രിസ്ഥാനം വേണ്ടെന്ന് ഞാൻ ചോദിക്കട്ടെ, 79 മന്ത്രിയായി. പുറത്താക്കുന്ന ദിവസം വരെ ജോസഫിനെ ചക്കരെ പൊന്നെ എന്നൊക്കെ വിളിച്ച് നടന്നയാ. 82 മന്ത്രിയായി, 96 മന്ത്രിയായി, 2006 മന്ത്രിയായി. 4 പ്രാവശ്യം മന്ത്രിയായിട്ടും അടങ്ങാത്ത ഈ ആഗ്രഹം നാണം വേണ്ടേ. പുറത്താക്കി കഴിഞ്ഞതും ജോസഫിനെ ഒന്ന് കാണാൻ വരട്ടെ എന്ന് വെച്ചിട്ട് പോയിട്ട് ചീത്തയോട് ചീത്ത. അതാണ് ജോർജ് മോഡൽ. ഇതുപോലെ PW റോഡ് മോശമായി കിടന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജോർജ് ഇറങ്ങി എന്നിട്ട് കേരള കോൺഗ്രസിന്റെ ബ്രാക്കറ്റിൽ സെക്യുലർന്ന് വിട്ടിട്ട് കുറേ വാതിലുകളിൽ മുട്ടി. ഒടുവിൽ ഇടതു മുന്നണി വാതിൽ തുറന്നു. പോരാട്ട വീര്യവുമായി യാതൊരു ക്ഷമയുമില്ലാതെ തന്റെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ VS-നൊക്കെ അന്ന് പുകഴ്ത്തല്. പോരാട്ട വീര്യത്തോടുകൂടി നടക്കുന്ന VS അച്യുതാനന്ദൻ ഇടതുപെട്ട പ്രസ്ഥാനങ്ങളുടെ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നേതാവാണ്. എനിക്കുണ്ടായ ചിരിക്ക് അവസാനമുണ്ടായില്ല. പിണറായി അന്ന് കൺകണ്ട ദൈവമായിരുന്നു മൂപ്പര. വൈദ്യുതി ഉൽപാദന രംഗത്ത് ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയ ഇലക്ട്രിസിറ്റി മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പിണറായി വിജയൻ. ജോർജിന്റെ പ്രധാനപ്പെട്ട ഒരു കായിക വിനോദം എന്ന് പറയുന്നത് കളരിയാണ്. അല്ലല്ല, തള്ള്. തള്ളിന്റെ കാര്യത്തിൽ മൂപ്പരെ തോപ്പിക്കാൻ കേരള രാഷ്ട്രീയത്തിൽ നിന്നല്ല ലോക രാഷ്ട്രീയത്തിൽ തന്നെ ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല. ഇത് കേട്ടോ. അദ്ദേഹം പാർട്ടിയുടെ സഖാവായി സെക്രട്ടറി ആയിട്ട് മാറിയ പാർട്ടിയെ കേരള സിസ്റ്റത്തിലൂടെ വളർത്തിക്കൊണ്ടുവന്ന് കേരളത്തിന്റെ ഇടതുപെട്ട കാഴ്ചപ്പാട് ശക്തമായി നേതൃത്വം കൊടുത്തുകൊണ്ട് പോകാൻ കഴിയുമെങ്കിൽ അത് മോശമല്ലല്ലോ എന്ന് മനസ്സിലാക്കുക. എന്ത് കാര്യം മനസ്സിൽ വന്ന അപ്പം തന്നെ ജോർജിന് ഒരു പ്രത്യേകത, കാർ എടുക്കും, സ്റ്റാർട്ടാക്കും. ഞാൻ ഉടനെ MLA കൊണ്ട് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി കാർ സ്റ്റാർട്ട് ചെയ്ത് നേരെ സെക്രട്ടറിയേറ്റ് വിളിച്ചു. ഞാൻ ഫോൺ ചെയ്തപ്പോൾ അദ്ദേഹം മന്ത്രി ഓഫീസിൽ വന്നു. ഞാൻ വിളിച്ചപ്പോൾ സഖാവ് പറഞ്ഞു ഉടൻ AK സിലോട്ട് പോകണം. ഞാൻ വന്നിട്ട് പോകാമെന്ന് ഓടിച്ചു. ഞാൻ കയറി ചെന്നു, എല്ലാവരും ഇറങ്ങി. ഞങ്ങൾ എന്നോട് ചോദിച്ചു എന്താ ഇത്ര ഓടി വന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു 2 കാര്യം എനിക്ക് പറയാം. എനിക്കൊരു സംശയം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്താ സംശയം? സമയം പോയി, എനിക്ക് പോണെന്ന് പോലും വെള്ളം വെക്കുന്നുണ്ട്. കമ്മിറ്റി പറയാം. ഞാൻ ഇന്ന് നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് AK സെന്ററിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മനസാക്ഷിക്ക് നിങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് മാറും.
അതല്ല തനിക്കത് പറ്റില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി മന്ത്രിയായിട്ട് എനിക്ക് തുടരും. ഇതിലേതാണ് കേരളത്തിന് നല്ലത് എന്ന് നിശ്ചയിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എൻ്റെ മനസ്സാക്ഷി എന്ന് ആലോചിച്ചിട്ട് മാർക്ക് കാണുന്നില്ല. കാറി കയറി AK സെന്റർ ചെല്ലുന്ന ഇപ്പോൾ തീരുമാനിച്ചോളും എന്ന് പറഞ്ഞു. പുള്ളി ഒറ്റ ചിരിയെ. ഇതാണ് ജോർജ് പ്രതീക്ഷിച്ചത്. പക്ഷെ അന്ന് സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള കാര്യം ഇതാണ് കേട്ടോ. കുറച്ച് വർഷം കഴിഞ്ഞ് ഇടതു മുന്നണി വിടാൻ വേണ്ടി തീരുമാനിച്ച് ജോർജായി. യൂദാസിന്റെ മനസ്സുമായി സാത്താന്റെ വചനങ്ങൾ പറയുന്ന VS തെറി, ഭാവിയായ പുണ്യാളനാണ് VS അച്യുതാനന്ദൻ. പിണറായിനെ തെറിയോ തെറി. ഇത്ര നാണം കെട്ട ഒരു ഗവൺമെന്റും നാണം കെട്ട സംവിധാനവും ഇടതുപക്ഷ മുന്നണിക്ക് എന്ത് പറ്റി? സ്കൂളിൽ ഉച്ചയ്ക്ക് പച്ചയ്ക്ക് വർഗീയത പറയാൻ അറിയില്ലെന്ന് മനസ്സിലാക്കിയ കാക്കയുടെ മുന്നിലേക്ക് ചോറ്റുപാത്രത്തിൽ വർഗീയത നീട്ടിയ ജോർജ്. മൊഞ്ചത്തിൽ പെണ്ണെ ഉണ്ണിയുമായി തഞ്ചത്തിൽ നീ ഒപ്പന പാടിവായോ അവരോട് തഞ്ചത്തിൽ ഒപ്പന പാടി തന്നെ മുസ്ലിം വേണ്ടി പോലെ പാട്ട് എഴുതിയിരിക്കുന്ന മുസ്ലിം, ഉണ്ടാക്കിയിരിക്കുന്ന മുസ്ലിം, പാടിയിരിക്കുന്ന മുസ്ലിം മോശമല്ലേ? ഈ ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റു മതങ്ങളെ അപമാനിച്ച് മനസ്സിലാക്കുന്ന പരിപാടി എല്ലാ മതങ്ങളും അവസാനിക്കും. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നതിൻ്റെ ഇടയിൽ ജോർജിനെ UDF കണ്ടു എന്ന് പറയുന്നവരുണ്ട്. കേരളം പിടിച്ചടക്കണമെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു വലിയ നേതാവ് തന്നെ മുൻപന്തിയിൽ നിന്ന് സമരം നയിക്കണം. പക്ഷെ എല്ലാവരും പറഞ്ഞു ഇത് ജോർജ് ആയിക്കൂലാണ്. കാരണം 2 കൊല്ലം മുമ്പ് മൂപ്പര് പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ. അദ്ദേഹം ഹിന്ദു വർഗീയതയെ താലോലിച്ചുകൊണ്ട് RSS സംഘടനകൾക്ക് സംഘപരിവാറിന് ശക്തി പകർന്നുകൊണ്ട് മറ്റുള്ള സംഘടനകളെ മുഴുവൻ അടിച്ചമർത്തിക്കൊണ്ട് മുൻപോട്ട് പോകാം എന്ന് ആഗ്രഹിച്ച് വ്യാമോഹിച്ച് പ്രവർത്തനവുമായി മുമ്പോട്ട് വന്നാൽ ഇന്ത്യ പോലൊരു മതേതര രാഷ്ട്രത്തിൽ നടക്കുമോ മോദിജി? ചിന്തിക്കണം എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കണം. വീണ്ടും പുതിയത് വിശ്വാസികളെ സംരക്ഷിക്കുമെന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന ഒരു പ്രധാനമന്ത്രിയെയും ആ പ്രധാനമന്ത്രിക്ക് പിന്തുണ കൊടുക്കാനുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ തീരുമാനത്തെയും കേരളം എതിർക്കുന്നത് എന്തുകൊണ്ട് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ പുകഴ്ത്തുന്ന കണ്ടില്ലേ? ആൾക്കാലത്ത് പുകഴ്ത്തും, ഒരു ശൈത്യകാലൊക്കെ ആകുമ്പോൾ നല്ലോണം തെറി പറയും. അതാണ് മൂപ്പരെ ഒരു ശൈലി. മോദി ഒരു തികഞ്ഞ പരാജയമാണ് ഇന്ത്യയിൽ, ഒരു സംശയം വേണ്ട. ലോക രാഷ്ട്രീയത്തിൽ ഇതുപോലത്തെ ഒരു നാണം കെട്ടവനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. ഏതായാലും ഇപ്പം BJPയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് BJPക്കും ഗുണമില്ല, ഈ പറയുന്ന ഊഞ്ഞാറിലെ ജനങ്ങൾക്കും ഗുണമില്ല എന്നുള്ളത് അവർ നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ അപ്പനെയും മകനെയും ആ പൂഞ്ഞാറിലെ സെപ്റ്റിക് ടാങ്കിലേക്ക് തന്നെ വീണ്ടും തള്ളിവിട്ടത്. ഇതുപോലെ വാക്കിന് നെറിവില്ലാത്ത പലരുടെ ഗുണം കാണിക്കുന്ന അവനെയൊക്കെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനം വിളിക്കുന്ന ഒരു പേരുണ്ട്. ആ പേര് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക. നമ്മുടെ നിഴൽ ശോഭ ചേച്ചി ആ ഒരു പരാമർശം ഇതിനു മുമ്പേ നടത്തിയിട്ടുണ്ട്. കാരണം ഇവൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ നിഴൽ ചേച്ചി അത്തരമൊരു പരാമർശം നടത്തിയത്. അതെന്തുകൊണ്ടും കേരള രാഷ്ട്രീയത്തിൽ യോജിക്കുന്ന ഒരൊന്നാം തരം വേട്ടാവളിയനാണ് ലവൻ എന്നുള്ളത് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനം മനസ്സിലാക്കി എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും കണ്ടല്ലേ. കിടിലം വീഡിയോ തന്നെ അല്ലായിരുന്ന കാര്യങ്ങളൊക്കെ വല്ല വെടുപ്പിലല്ലേ അങ്ങോട്ട് പറഞ്ഞു തന്നത്. അപ്പം വരട്ടെ നല്ല ഞെരിപ്പിൽ നിങ്ങളുടെ കമൻ്റൊക്കെ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.